നമസ്കാരം. വാർത്താ ചാനലുകളുടെ സ്വീകാര്യത അളക്കുന്ന ബാർക്ക് റേറ്റിംഗ് കൃത്രിമം കാണിക്കുന്നത് കേവലം ഒരു ബിസിനസ് തട്ടിപ്പായി മാത്രം കാണേണ്ട ഒന്നല്ല. ജനാധിപത്യ സമൂഹത്തിൽ പൊതുബോധത്തെ ഹൈജാക്ക് ചെയ്യാനും രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാനും ഉപയോഗിക്കുന്ന ഒരു ആയുധമാണിത്. ബാർക്ക് ചോരി എന്ന് ലളിതമായി വിളിക്കാവുന്ന ഈ പ്രക്രിയ കേരളം പോലൊരു രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്ഥാനത്ത് ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ വളരെ വലുതാണ്. ടി.വി. പ്രേക്ഷകർ എന്ത് കാണുന്നു എന്ന് കണക്കാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട വീടുകളിൽ ബാരോമീറ്ററുകൾ സ്ഥാപിക്കാറുണ്ട്. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനസംഖ്യയിൽ വെറും 40,000 മുതൽ 50,000 വരെ വീടുകളിലാണ് ഇത്തരം മീറ്ററുകൾ ഉള്ളത്. ഈ വീടുകളെ ഇടനിലക്കാർ വഴി സ്വാധീനിച്ച് പണം നൽകി ഒരു പ്രത്യേക ചാനൽ മാത്രം തുറന്നു വയ്പ്പിക്കുകയോ അല്ലെങ്കിൽ കാണാതെ തന്നെ ഓൺ ചെയ്ത് വയ്പ്പിക്കുകയോ ചെയ്യുന്നതാണ് തട്ടിപ്പിന്റെ രീതി. ഫലമോ ജനങ്ങൾ തീരെ കാണാത്ത ചാനലുകൾ പോലും റേറ്റിംഗിൽ ഒന്നാമതെത്തുന്നു. ഇതിന് സമാനമായ രീതി ഓൺലൈനിലും ഇവർ പ്രയോഗിക്കുന്നു. ഒരു പ്രത്യേക ചാനൽ റേറ്റിംഗിൽ ഒന്നാമതാണ് എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ ആ ചാനൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ആശയങ്ങൾക്കാണ് സമൂഹത്തിൽ ഭൂരിപക്ഷ പിന്തുണയുള്ളത് എന്നൊരു മിഥ്യാധാരണ സൃഷ്ടിക്കപ്പെടുന്നു. എല്ലാവരും കാണുന്നത് ഇതാണ്, അതിനാൽ ഇതാണ് ശരി എന്ന് സാധാരണക്കാരെ വിശ്വസിപ്പിക്കാനുള്ള കുറുക്കുവഴിയാണിത്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ കുഴലൂത്തുകാരായ ചാനലുകൾ കൃത്രിമമായി ഒന്നാമതെത്തുമ്പോൾ ആ പാർട്ടിയുടെ നുണകൾ സത്യമായി അവതരിപ്പിക്കപ്പെടുകയും എതിർ ശബ്ദങ്ങൾ അപ്രസക്തമാകുകയും ചെയ്യുന്നു. ഏതായാലും റേറ്റിംഗിന് വേണ്ടിയിട്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഒന്നും ആരോഗ്യകരമായ ഒരു മാധ്യമ പ്രവർത്തനത്തിൽ ചേർന്നല്ല. ആര് ചെയ്താലും അത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഈ വ്യക്തിപരമായി ആക്ഷേപിച്ച് റേറ്റിംഗ് കൂട്ടുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അത്തരം വാർത്താ രീതിയോട് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണോ? അല്ല, വാർത്തകൾ കൊടുക്കണം, പക്ഷേ വാർത്തകൾക്ക് സത്യസന്ധമാണ്, അത് ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് കേരളത്തിലെ രാഷ്ട്രീയ ഭൂമിയിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? വാർത്തകളെക്കാൾ ഉപരി വാർത്താ ചർച്ചകൾക്ക്, പ്രൈം ടൈം ഡിബേറ്റുകൾക്ക് പ്രാധാന്യമുള്ള ഇടമാണ് കേരളം. ഏത് വിഷയം ചർച്ച ചെയ്യണം, ഏത് അഴിമതി മുക്കണം എന്ന് തീരുമാനിക്കുന്നത് റേറ്റിംഗിൽ മുന്നിലുള്ള ചാനലുകളാണ്. ബാർക്ക് ചോരിയിലൂടെ കൃത്രിമമായി മുന്നിലെത്തുന്ന ചാനലുകൾക്ക് രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടിയോ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയോ ചർച്ചകളെ വഴിതിരിച്ചുവിടാൻ സാധിക്കും. റേറ്റിംഗ് കൂടുമ്പോൾ സ്വാഭാവികമായി പരസ്യവരുമാനം കൂടും. ബാർക്ക് തട്ടിപ്പിലൂടെ റേറ്റിംഗ് ഉണ്ടാക്കുന്ന ചാനലുകൾക്ക് ലഭിക്കുന്ന കോടികൾ പരോക്ഷമായി ചാനലിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ മാഫിയകളിലേക്കോ അവരുടെ പ്രൊപ്പഗേണ്ട പ്രവർത്തനങ്ങളിലേക്കോ ആണ് ഒഴുകുന്നത്. ചാനലിനും ഓരോ രാഷ്ട്രീയ ചായ്വുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നിഷ്പക്ഷമെന്ന് അവകാശപ്പെടുന്ന ചാനലുകൾ ബാർക്ക് ചോരിയിലൂടെ റേറ്റിംഗ് കൂട്ടുകയും ഈ കള്ളക്കളികൾ അറിയാത്ത നിഷ്പക്ഷരായ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും കേരളത്തിലല്ല ഇതിന് സമാനമായ തട്ടിപ്പ് ആദ്യമായി അരങ്ങേറിയിട്ടുള്ളത്. വിദേശത്തും ഇന്ത്യയിൽ ദേശീയ തലത്തിലും സമാനമായ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുംബൈ TRP തട്ടിപ്പാണ് ഇതിൽ പ്രധാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാർക്ക് ചോരി പുറത്തു വന്നത് 2020-ലാണ്. അന്നത്തെ റേറ്റിംഗ് സംവിധാനമായ ടാം റിപ്പോർട്ടിലാണ് അട്ടിമറി നടന്നത്. മുംബൈ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ
പ്രമുഖ ദേശീയ ചാനലായ റിപ്പബ്ലിക് TV ഉൾപ്പെടെയുള്ള ചില ചാനലുകൾ TRPയിൽ കൃത്രിമം കാണിച്ചതായി കണ്ടെത്തിയിരുന്നു. പുതിയതായി പ്രവർത്തനം തുടങ്ങിയ ഈ ചാനൽ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയെന്ന കണക്കുകൾ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു. മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ള വീടുകളിലെ ആളുകൾക്ക് മാസം 500 രൂപ വരെ നൽകി ഈ ചാനലുകൾ മാത്രം ഓൺ ചെയ്തു വയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഇംഗ്ലീഷ് അറിയാത്തവരുടെ വീടുകളിൽ പോലും ഇംഗ്ലീഷ് വാർത്താ ചാനലുകൾ ദിവസം മുഴുവൻ ഓൺ ചെയ്തു വെച്ചിരുന്നതായി അന്വേഷണത്തിൽ വെളിപ്പെട്ടു. ഈ ചാനൽ കൃത്രിമമായി ഒന്നാമതെത്തി തീവ്ര ദേശീയതയെയും വർഗീയ അജണ്ടകളെയും പ്രചരിപ്പിക്കുകയും മറ്റു മാധ്യമങ്ങളെ ദേശവിരുദ്ധർ എന്ന് മുദ്രകുത്തുകയും ചെയ്തു. ഇത് കൈയോടെ പിടികൂടുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ മാർക്ക് റേറ്റിംഗിലെ തട്ടിപ്പ് വെറുമൊരു സാമ്പത്തിക കുറ്റകൃത്യമല്ല, മറിച്ച് ജനങ്ങളുടെ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. റിമോട്ട് കൺട്രോളിൽ കൃത്രിമം കാണിച്ച് വോട്ടിംഗ് മെഷീനുകളെ സ്വാധീനിക്കുന്ന ഈ രീതി മാധ്യമപ്രവർത്തനത്തെയും ജനാധിപത്യത്തെയും ഒരുപോലെ റദ്ദാക്കുന്നു. ബാർക്ക് നമ്പറുകൾക്കപ്പുറത്ത് സ്വന്തം യുക്തി ഉപയോഗിച്ച് വാർത്തകളെ ജനങ്ങൾ സമീപിക്കേണ്ടതുണ്ട്. അമേരിക്കയിൽ TV റേറ്റിംഗ് നിശ്ചയിക്കുന്നത് നീൽസൺ എന്ന ഏജൻസിയാണ്. നേരിട്ടുള്ള കൈക്കൂലി ആരോപണങ്ങൾ കുറവാണെങ്കിലും സാങ്കേതികമായി കണക്കുകളിൽ കൃത്രിമം കാണിക്കുന്നതിനെതിരെ പലപ്പോഴും ചാനലുകൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 2004 ചില പ്രദേശങ്ങളിലെ കണക്കുകൾ കൃത്യമല്ല എന്നാരോപിച്ച് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. സമാനമായ തട്ടിപ്പാണ് അമേരിക്കൻ റേഡിയോ ചരിത്രത്തിലെ പെയോള. റെക്കോർഡ് കമ്പനികൾ റേഡിയോ സ്റ്റേഷനുകൾക്കും RJ-മാർക്കും കൈക്കൂലി നൽകി സ്വന്തം പാട്ടുകൾ മാത്രം തുടർച്ചയായി കേൾപ്പിക്കുന്ന രീതിയായിരുന്നു ഇത്. ഈ പാട്ടുകൾ ഹിറ്റാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നത്രേ ഇത്. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലെ കാണുന്ന പല പ്രവണതകളുണ്ട്. ഇപ്പൊ നമ്മൾ പല ചാനലുകളും പല വലിയ കോർപ്പറേറ്റ് ഭീമന്മാർ വാങ്ങിക്കുന്നു, പല വലിയ കോടീശ്വരന്മാർ വാങ്ങിക്കുന്നു. ആ തരത്തിലേക്ക് കേരളത്തിലെ വാർത്തകളെ കൊണ്ടുപോകും. നിഷ്പക്ഷത എന്നുള്ളത് പതുക്കെ ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ വലിയൊരു സ്കാം നടത്തി എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഇംഗ്ലീഷ് ചാനലിൽ റിപ്പബ്ലിക്കിനാണെന്ന് തോന്നുന്നു ഇതുപോലെ റിപ്പബ്ലിക് ഒരു സ്കാം നടത്തി വലിയ വിഷയമായിരുന്നു. ബാർക്കിനെ തന്നെ എത്രയോ കാലം ആ ഏജൻസിയെ ഡിവാർ ചെയ്തേക്കായിരുന്നു. അതൊക്കെ കേരളത്തിൽ വരിക എന്ന് പറയുന്നത് പത്രസ്വാതന്ത്ര്യം എന്നുള്ള കാര്യമല്ല, നമുക്ക് എന്താണ് വാർത്ത എന്ന് പറഞ്ഞ് തരുന്നത് അത് ഒരു വലിയ പ്രശ്നമില്ല, ഏറ്റവും വലിയ പ്രശ്നമാണത്. കേരളത്തിലെ വാർത്താ ചാനലുകൾക്കിടയിലുള്ള മത്സരം ആരോഗ്യകരമായ ജേർണലിസത്തിൽ നിന്ന് മാറി വ്യക്തിഹത്യയിലേക്കും അപവാദ വ്യവസായത്തിലേക്കും സമീപകാലത്ത് കൂപ്പുകുത്തിയത് മാധ്യമരംഗത്തെ ചില വ്യക്തികളുടെ സമീപനങ്ങൾ മൂലമാണ്. അപവാദങ്ങളും ഇക്കിളി വാർത്തകളും പടച്ചുവിട്ട് റേറ്റിംഗ് കൂട്ടാൻ ശ്രമിച്ചവരാണിവർ. അവർ ഏതു ചാനലിലെത്തിയാലും ഈ ഇക്കിളി പ്രവർത്തനങ്ങൾ തുടരും. കേരള രാഷ്ട്രീയത്തെയും മാധ്യമ ധാർമ്മികതയെയും ഇവരുടെ പ്രവർത്തനങ്ങൾ വിഷലിപ്തമാക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അപവാദ വാർത്തകൾക്ക് ലെജിറ്റിമസി നൽകുന്ന തന്ത്രമാണിത്. കേരളത്തിലെ സമീപകാല മാധ്യമ പ്രവണതകളെയും വിവാദങ്ങളെയും വാക്ചോരിയുമായി ചേർത്തു വായിക്കുമ്പോൾ വളരെ ഗൗരവകരമായ ചില നിരീക്ഷണങ്ങൾ സാധ്യമാണ്. സമീപകാലത്ത് കേരളത്തിൽ കത്തിപ്പടർന്ന പല അപവാദ വാർത്തകളും വ്യക്തിഹത്യകളും കേവലം വാർത്തകളല്ല, മറിച്ച് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട റേറ്റിംഗിന്റെ പിൻബലത്തിൽ നടപ്പിലാക്കിയ രാഷ്ട്രീയ കൊട്ടേഷനുകളോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.
മുഖ്യധാര മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയക്കാരുടെ പണി ഏറ്റെടുക്കുന്നതും കാണാം. ദേശീയതലത്തിൽ ഗോദി മീഡിയ പ്രവർത്തനങ്ങൾക്ക് സമാന്തരമായി ഇവർ കേരളത്തിലൊരു സിൻഡിക്കേറ്റ് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. കോൺഗ്രസ് ഉൾപ്പെട്ട UDF-നെതിരെ നിരന്തരം വായിട്ടലയ്ക്കുകയും അജണ്ടകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ദേശീയതലത്തിൽ BJP ഭരണകൂടത്തിന് സ്തുതി പാടുകയും ചോദ്യം ചെയ്യാൻ മടിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളെ ഗോദി മീഡിയ എന്ന് പരിഹസിക്കുന്നവരാണ് കേരളത്തിലെ ഇടതുപക്ഷ മാധ്യമപ്രവർത്തകർ. ഇവർ കേരളത്തിലേക്കെത്തുമ്പോൾ മറ്റൊരു തരം ഗോദിയായി മാറുകയാണ്. ഡൽഹിയിൽ ഭരണകൂടത്തെ സംരക്ഷിക്കുന്നതാണ് ഗോദി മീഡിയയെങ്കിൽ കേരളത്തിലത് പിണറായി ഭരണകൂടത്തെ സംരക്ഷിക്കുന്നവരായി മാറുന്നു. പ്രതിപക്ഷത്തെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-നെ ആക്രമിക്കുന്ന റിവേഴ്സ് ഗോദി സിൻഡിക്കേറ്റായി മാറിയിരിക്കുന്നു. ജനാധിപത്യത്തിൽ മാധ്യമങ്ങളുടെ ധർമ്മം ഭരണകൂടത്തെ ചോദ്യം ചെയ്യുക എന്നതാണ്. എന്നാൽ കേരളത്തിലെ ഒരു വിഭാഗം മുഖ്യധാരാ മാധ്യമങ്ങളുടെ പ്രൈം ടൈം അജണ്ടകൾ പരിശോധിച്ചാൽ വിചിത്രമായ ഒരു കാഴ്ച കാണാം. സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ ചർച്ച ചെയ്യേണ്ട ദിവസങ്ങളിൽ പോലും മൈക്ക് നീളുന്നത് പ്രതിപക്ഷ നേതാക്കന്മാരുടെ നേർക്കാണ്. സർക്കാർ ചെയ്യുന്നത് ശരിയല്ല, പക്ഷേ പ്രതിപക്ഷം അതിനെതിരെ സമരം ചെയ്യുന്ന രീതി ശരിയാണോ എന്ന വിചിത്രമായ ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും പരിഹസിക്കാൻ ഗോദി മീഡിയ ഉപയോഗിക്കുന്ന അതേ തന്ത്രമാണ് കേരളത്തിൽ UDF നേതാക്കൾക്കെതിരെ ഇവിടുത്തെ റിവേഴ്സ് ഗോദി സിൻഡിക്കേറ്റ് ഉപയോഗിക്കുന്നത്. സർക്കാരിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ മാധ്യമ സിൻഡിക്കേറ്റ് കൃത്യമായി മറ്റൊരു വിഷയം വലിച്ചിടും. അത് പലപ്പോഴും കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങളോ UDF നേതാക്കളുടെ നാക്കുപിഴകളോ ആയിരിക്കും. സർക്കാരിന്റെ അഴിമതിയേക്കാൾ വലിയ പാതകമാണ് പ്രതിപക്ഷത്തെ ഗ്രൂപ്പ് വഴക്ക് എന്ന് വരുത്തി തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഇതിന്റെ സമീപകാലത്തെ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ സൂപ്പർ എക്സ്ക്ലൂസീവ് എന്ന് വിശേഷിപ്പിച്ച് ഒരു വാർത്ത പുറത്തിറക്കിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ട് സ്വന്തം പാർട്ടി നേതാക്കൾ ജയിലിൽ കിടക്കുന്നതിനെപ്പറ്റി ഒന്നും മിണ്ടാതെ പുതിയ ക്യാപ്സൂൾ എന്ന നിലയിലാണ് അത് ഇറക്കിവിട്ടത്. മാത്രമല്ല, രാഹുൽ ഗാന്ധി മുതൽ VD സതീശൻ വരെ പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിട്ട് നിരന്തരം വാർത്തകൾ സൃഷ്ടിക്കുന്നു. ദേശീയ തലത്തിൽ BJP IT സെൽ ചെയ്യുന്ന പണിയാണ് കേരളത്തിൽ ചില പ്രമുഖ മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷതയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്.
ദേശീയ തലത്തിൽ വർഗീയതയാണ് ഗോദി മീഡിയയുടെ ആയുധമെങ്കിൽ കേരളത്തിലത് കപട പുരോഗമനവാദമാണ്. CPMന്റെ അക്രമരാഷ്ട്രീയത്തെയോ അഴിമതിയെയോ വെള്ളപൂശാൻ ഇവർ കണ്ടുപിടിക്കുന്ന ന്യായീകരണങ്ങൾ പലപ്പോഴും പാർട്ടി വക്താക്കളെക്കാൾ ഭംഗിയായി അവതരിപ്പിക്കുന്നത് ഈ മാധ്യമപ്രവർത്തകരാണ്. TP വധക്കേസ് മുതൽ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ മരണം വരെ പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് വാർത്തകളെ വളച്ചൊടിക്കാൻ ഈ സിൻഡിക്കേറ്റിന് കഴിഞ്ഞു. മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയക്കാരുടെ പണിയേറ്റെടുക്കുമ്പോൾ നഷ്ടമാകുന്നത് ജനാധിപത്യത്തിന്റെ കാവൽക്കാരെയാണ്. ദേശീയതലത്തിൽ മോദിയെ സംരക്ഷിക്കുന്ന അതേ ആവേശത്തോടെ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ സംരക്ഷിക്കാൻ പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന മാധ്യമ സിൻഡിക്കേറ്റ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമല്ല, മറിച്ച് കൊട്ടേഷൻ പടി തന്നെയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം BJPയുടെ ലക്ഷ്യമാണെങ്കിൽ UDF മുക്ത കേരളം ഈ മാധ്യമ സിൻഡിക്കേറ്റിന്റെ അജണ്ടയാണോ എന്നുവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ പറയുന്നത് ഈ റേറ്റിംഗുകൾക്ക് അനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള പല പ്രവണതകളും നടക്കുന്നു എന്നുള്ളതാണ്. അതൊട്ടും ഭൂഷണമായ കാര്യമല്ല. അതിൽ നിന്നൊക്കെ ഈ മാധ്യമങ്ങളൊക്കെ തന്നെ സ്വയം പിന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സിസ്റ്റം കറക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മാധ്യമങ്ങളുടെ ഫോക്കസ് പലപ്പോഴും ജനങ്ങളുടെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളിലേക്കല്ല തിരിച്ചു വെക്കുന്നത്. അത് പലപ്പോഴും മറ്റു പല താല്പര്യങ്ങൾക്കനുസരിച്ച് ഫോക്കസ് മാറുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് കാഴ്ചവെക്കുന്ന വാർത്ത ഏതാണ്, അതാണോ യഥാർത്ഥത്തിൽ ജനം നേരിടുന്ന പ്രശ്നങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളാണോ കാണിക്കുന്നത്? അതല്ല പലപ്പോഴും കാണിക്കുന്നത്. രാഷ്ട്രീയം എന്നത് ഇന്നൊരു പെർസെപ്ഷൻ ഗെയിം കൂടിയാണ്. പൊതുധാരണയുടെ മുൻതൂക്കം തീരുമാനിക്കുന്നത് TV സ്ക്രീനുകൾ കൂടിയാണ്. മാർക്ക് ചോരിയിലൂടെ ഒരു ചാനൽ ഉണ്ടാക്കുന്ന കൃത്രിമ തരംഗം വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു. എല്ലാവരും പറയുന്നത് ഇതാണല്ലോ എന്ന ചിന്തയിലൂടെ സത്യസന്ധരായ രാഷ്ട്രീയക്കാർ തോൽപ്പിക്കപ്പെടുകയും മാധ്യമങ്ങളെ വിലക്കെടുത്തവർ വിജയിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ അടുത്തിടെയുണ്ടായ പല രാഷ്ട്രീയ വിവാദങ്ങളും സ്വാഭാവികമായി ഉണ്ടായതല്ല, മറിച്ച് ബാർച്ചോറിയിലൂടെ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത റേറ്റിംഗിന്റെ ബലത്തിൽ ചില മാധ്യമങ്ങൾ നടത്തിയ തിരക്കഥ അവതാരങ്ങളാണെന്ന് സംശയിക്കണം. ബാർക്ക് മീറ്ററുകളിൽ കാശ് കൊടുത്ത് കൃത്രിമം കാണിച്ച് റേറ്റിംഗ് ഉണ്ടാക്കുക, ആ റേറ്റിംഗ് കാണിച്ച് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്നും വീണ്ടും കോഴ വാങ്ങി എതിരാളികളെ തെറി വിളിക്കുക. ഇതാണ് പുതിയ കാലത്തെ ബിസിനസ് മോഡൽ. ഈ തട്ടിപ്പിനെ തിരിച്ചറിയാത്തിടത്തോളം കേരളത്തിലെ വോട്ടർമാർ രാഷ്ട്രീയക്കാരുടെ മാത്രമല്ല മാധ്യമങ്ങളുടെയും കളിപ്പാവകളായി തുടരും.